കേരള സംസ്ഥാനത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പാലക്കാടിന്റെ യഥാർത്ഥ നെല്ലറയുടെ കേന്ദ്രമായ ചിറ്റൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് തത്തമംഗലം. അധികമാരും ശ്രദ്ധിക്കാതെ പോയ രാഷ്ട്രീയ കൈകടത്തലുകൾ ഇല്ലാത്ത ഈ കൊച്ചു ഗ്രാമത്തിനും ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിന്റെ അതിർത്തി എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ തമിഴരും മലയാളികളും ഇടകലർന്ന് മണ്ണും മനസ്സും പങ്കുവച്ച് കഴിയുന്ന മറ്റൊരു നാടും കേരള സംസ്ഥാനത്ത് വേറെ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. പരസ്പര സ്നേഹവും സഹായവും കൊണ്ട് ഏതൊരു വ്യക്തിയുടെയും മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്നു എന്നത് ഈ ഗ്രാമജനതയുടെ നിഷ്കളങ്കമായ മനസ്സിനെ ചൂണ്ടിക്കാണിക്കുന്നു. പറയാനും അവകാശപ്പെടാനും ഒട്ടേറെ ചരിത്രകഥകളുണ്ടായിട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഈ കൊച്ചു ഗ്രാമത്തിന് ആഹ്ലാദത്തോടെയും അധികാരത്തോടെയും വിളിച്ചു പറയാൻ ഒരാഘോഷമുണ്ട്. ആറ്റുകാൽ പൊങ്കാലയും തൃശൂർ പൂരവും പോലെ ലോകം മുഴുവൻ അറിയപ്പെടേണ്ട 2 വർഷത്തിലൊരിക്കൽ മാത്രം 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവം ഈ കൊച്ചു ഗ്രാമത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്നത് ആശ്ചര്യജനകമാണ്. കേരള ടൂറിസത്തിൽ സ്ഥാനം പിടിക്കേണ്ട നാളെ ചരിത്രമായേക്കാവുന്ന ആ ഉത്സവാഘോഷത്തെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. തത്തമംഗലം എന്ന കൊച്ചു ഗ്രാമത്തിന്റെ വിശുദ്ധി കാത്തുസൂക്ഷിക്കുന്ന ശ്രീ വേട്ടിക്കറുപ്പുസ്വാമി ക്ഷേത്രം അങ്ങാടിവേല. മഹാഭാരതത്തിലെ വനവാസകാലം. തന്നെ തോൽപ്പിക്കാനായി അർജുനൻ തപസ് ചെയ്യുന്ന വിവരം ദുര്യോധനൻ അറിയുന്നു. ആ തപസ് മുടക്കാൻ ദുര്യോധനൻ മുഖാസുരൻ എന്ന അസുരനെ അർജുനനടുത്തേക്ക് അയക്കുന്നു. അതിനായി മുഖാസുരൻ പന്നിയുടെ രൂപം പ്രാപിക്കുന്നു. മുഖാസുരനെ വധിക്കാൻ ശിവന് മാത്രമേ കഴിയൂ എന്നറിയാവുന്ന അർജുനൻ പരമശിവന്റെ സഹായം അഭ്യർത്ഥിക്കുന്നു. പന്നിയുടെ രൂപം പ്രാപിച്ച മുഖാസുരനെ വധിക്കാൻ ശിവൻ ഒരു കറുത്ത വേടന്റെ വേഷം ധരിക്കുന്നു. അങ്ങനെ ആ വേടന്റെ അമ്പേറ്റ് മുഖാസുരൻ വധിക്കപ്പെടുന്നു. വലതു കൈയിൽ വില്ലും ഇടതു തോളിൽ അമ്പുമേന്തിയ ശിവന്റെ അവതാരമായ ആ കറുത്ത വേടനാണ് ശ്രീ വേട്ടിക്കറുപ്പുസ്വാമി എന്നാണ് വിശ്വാസം. ഏകദേശം 800 വർഷങ്ങൾക്ക് മുൻപാണ് ശ്രീ വേട്ടിക്കറുപ്പുസ്വാമി തത്തമംഗലത്ത് പ്രതിഷ്ഠിക്കപ്പെടുന്നത്. അക്കാലത്ത് തത്തമംഗലത്തെ ചെറുകിട കച്ചവടക്കാർ പലചരക്കു സാധനങ്ങൾ എടുത്തിരുന്നത് പൊള്ളാച്ചി, മധുര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുമായിരുന്നു. അത്തരം ദൂരയാത്രകൾ പലപ്പോഴും കാൽനടയായും കാളവണ്ടികളിലുമായിരുന്നു. അത്തരം യാത്രക്കിടയിൽ ഒരിക്കൽ കച്ചവടക്കാർ ഒരു രാത്രി കാൽനടയായി മടങ്ങി വരുമ്പോൾ പിന്നിൽ നിന്നും എന്നെയും കൂടെ കൊണ്ടുപോകൂ എന്നൊരു അശരീരി മുഴങ്ങിക്കേട്ടു. തിരിഞ്ഞു നോക്കിയവർക്ക് ഒരു ശിലയല്ലാതെ മറ്റൊന്നും കാണാനായില്ല. അശരീരി 3 തവണയും ആവർത്തിച്ചപ്പോൾ അവർ ആ ശില കൂടെ കൊണ്ടുപോന്നു. പക്ഷേ ആ ശിലയെ എന്തു ചെയ്യണമെന്നറിയാതെ ചിന്താക്കുഴപ്പത്തിൽ ഇരിക്കുന്നതിനിടയിലാണ് അത് കൊണ്ടുവന്ന ഒരാളുടെ സ്വപ്നത്തിൽ വേട്ടിക്കറുപ്പുസ്വാമി പ്രത്യക്ഷപ്പെടുന്നത്.
സ്വപ്നത്തിലൂടെ വേട്ടക്കറുപ്പസ്വാമി പറഞ്ഞത് ഇതാണ്: എരിക്കിൻ പൂ നട്ട് സ്ഥലം ചാണകവും ഗോമൂത്രവും ചേർത്ത് ശുദ്ധി വരുത്തിയ ശേഷം എന്നെ അവിടെ പ്രതിഷ്ഠിക്കുക. വൈകാതെ തന്നെ ശ്രീ വേട്ടക്കറുപ്പസ്വാമി തത്തമംഗലത്തിന്റെ ഹൃദയത്തിൽ തന്നെ പ്രതിഷ്ഠിക്കപ്പെട്ടു. 2 അടി ഉയരമുള്ള വേട്ടക്കറുപ്പസ്വാമിയുടെ ശില കല്ലിലാണ് കൊത്തിവെക്കപ്പെട്ടിട്ടുള്ളത്. വലതു കൈയിൽ വില്ലും ഇടതു തോളിൽ അമ്പുമേന്തി വേട്ടയ്ക്ക് പുറപ്പെട്ടു നിൽക്കുന്ന രീതിയിൽ കിഴക്ക് ദർശനമായാണ് ശ്രീ വേട്ടക്കറുപ്പസ്വാമി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. കഴുത്തിൽ രുദ്രാക്ഷമാലയും തലയിൽ വെള്ളിക്കിരീടവും വേട്ടക്കറുപ്പസ്വാമിക്ക് ചാർത്തപ്പെട്ടിരിക്കുന്നു. പ്രതിഷ്ഠയുടെ ചുറ്റിലുമായി കുതിരയോടുന്നതിന്റെ ദൃശ്യങ്ങളും കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. മുത്തുച്ചെട്ടിയാർ എന്ന വ്യക്തിയുടെ 15 സെന്റ് സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത്. അദ്ദേഹം പിന്നീട് ഈ സ്ഥലം ക്ഷേത്രത്തിന് തന്നെ എഴുതി വയ്ക്കുകയുണ്ടായി. കൊടിമരമില്ലാത്ത ക്ഷേത്രം എന്ന പ്രത്യേകതയും ശ്രീ വേട്ടക്കറുപ്പസ്വാമി ക്ഷേത്രത്തിന് അവകാശപ്പെട്ടതാണ്. ശ്രീ വേട്ടക്കറുപ്പസ്വാമി ക്ഷേത്രത്തിന് കിഴക്കുവശത്തായി നിൽക്കുന്ന ആൽമരത്തിന് ചുവട്ടിൽ ഗണപതിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ശനിയാഴ്ചകളിലാണ് വേട്ടക്കറുപ്പസ്വാമി കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് എന്നതിനാൽ തമിഴ് ചിത്തിരമാസത്തിലെ 2ാം ശനിയാഴ്ചയിലാണ് 14 ദിവസം നീണ്ടു നിൽക്കുന്ന അങ്ങാടിവേല തുടങ്ങുന്നത്. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിന്റെയും സാഹോദര്യവും സ്നേഹവും നിലനിർത്തുന്നതിന്റെയും ഭാഗമായി ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്നും ആഘോഷത്തോടെ കൂട്ടിക്കൊണ്ടുവരുന്ന മൂപ്പൻ എന്നറിയപ്പെടുന്ന മുസ്ലിം സഹോദരനിൽ നിന്നും പന്തം വാങ്ങി 3 ആചാരവെടിക്ക് തീ കൊടുത്തുകൊണ്ടാണ് അങ്ങാടിവേല ആരംഭിക്കുന്നത്. ഈ ആചാരം ലോകത്തു തന്നെ മറ്റൊരിടത്തും നിലവിലില്ല എന്നത് അങ്ങാടിവേലയെ വ്യത്യസ്തമാക്കുന്നു. പിന്നീട് വേല നടത്തിപ്പിനായി 25 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നു. വേല തുടങ്ങി ആദ്യത്തെ 7 ദിവസങ്ങളിൽ കാണാൻ കഴിയുന്ന കരിവേഷം അങ്ങാടിവേലയുടെ മറ്റൊരു പ്രത്യേകതയാണ്. മുഗാസുരനെ വധിക്കാൻ ശിവൻ കറുത്ത വേടന്റെ വേഷം ധരിച്ചതുകൊണ്ടും വേട്ടക്കറുപ്പസ്വാമിയുടെ ഇഷ്ടനിറം കറുപ്പായതുകൊണ്ടുമാണ് അങ്ങാടിവേലയിൽ കരിവേഷം മുഖ്യമാക്കപ്പെട്ടത് എന്നതാണ് ഐതിഹ്യം. തുടർന്ന് വേലയുടെ 8ാം നാൾ കുതിരയോട്ടവും 14ാം നാൾ ആനവേലയും നടക്കുന്നു. 8ാം നാൾ നടത്തിവരുന്ന കുതിരയോട്ടമാണ് അങ്ങാടിവേലയുടെ മുഖ്യ ആകർഷണം. ഇന്ത്യയിൽ മറ്റൊരിടത്തും ഉത്സവത്തിന് കുതിരയെ ഉപയോഗിക്കാറില്ല എന്നത് പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അതിനായി ഓരോ കുതിരയ്ക്കും 20,000 മുതൽ 40,000 രൂപ വരെ ചിലവഴിച്ച് 40ഓളം കുതിരകളെയാണ് ഊട്ടി, മൈസൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവരാറുള്ളത്. ഏറ്റവും വേഗതയിൽ കുതിരയെ ഓടിക്കുന്നവർക്ക് 4 വട്ടം അവസരം നൽകുന്നു. സമ്മാനമായി ട്രോഫിയും ഉണ്ടായിരിക്കും. 14ാം നാൾ വൈകുന്നേരം 3 മണിയോടുകൂടി മേട്ടുപ്പാളയത്തു നിന്നും 50ഓളം ആനകളെ അണിനിരത്തി നടത്തുന്ന എഴുന്നള്ളത്ത് കണ്ണിനും മനസ്സിനും കുളിർമ നൽകുമ്പോൾ 15ാം നാൾ പകൽ 10 മണിക്ക് മുൻപേ പാണ്ടിമേളവും പഞ്ചവാദ്യവുമായി ഗജവീരന്മാരുടെ സാന്നിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് വിരാമം കുറിക്കുമ്പോൾ അടുത്ത അങ്ങാടിവേലയ്ക്കായി 2 വർഷം കാത്തിരിക്കണമെന്ന സത്യം ചിലരിലെങ്കിലും നൊമ്പരമുണ്ടാക്കും.